അഫ്സലിക്ക് തന്നെ സിദ്ദിഖയുടെ പടത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ 4 വരി കേൾക്കാം. ഇപ്പൊ സിദ്ദീഖ് ലാൽ സിനിമകൾ നമ്മളൊക്കെ ഗാനമേളകൾക്ക് പാടിക്കൊണ്ട് കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ സിനിമകളുടെ പാട്ടുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ഡിഫറെൻറ്റ് മ്യൂസിക് വന്നപ്പോൾ നമ്മളൊക്കെ നല്ല നല്ല പാട്ടുകൾ എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരുടെയൊക്കെ സിനിമകളിൽ പാടാൻ സാധിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോഴാണ് ലാലേട്ടൻ്റെ സിനിമയിൽ കല്യാണരാമനിൽ ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക്കിൽ എനിക്ക് ഒരു തുടക്കം കിട്ടിയത്. പിന്നെ അതിന് ശേഷം ലാലേട്ടൻ്റെ തന്നെ പുലിവാൽ കല്യാണം, അങ്ങനെ കുറേ സിനിമ ഹിറ്റ് പാട്ടുകൾ എനിക്ക് ഉണ്ടായി. പിന്നെ അതിന് ശേഷമാണ് സിദ്ദീഖ എന്നെ ബോഡി ഗാർഡിലും പിന്നെ അതേപോലെ ഭാസ്കർ ദി റാസ്കളും. പക്ഷേ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇവർ പിരിഞ്ഞെങ്കിലും ഇവർ ചേർന്ന് ചെയ്ത ഒരു ഷോ ഉണ്ടായിരുന്നു US 2016 സിദ്ദീഖ് ലാൽ ഷോ. അതിൽ എനിക്ക് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനുണ്ടായി, എല്ലാവരും ഉണ്ടായി. ജോർജേട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, ലാൽ സാറ്, അശോകൻ ചേട്ടൻ, എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു ശരിക്കും ഷോ അല്ല, അതൊരു വലിയൊരു കുടുംബയാത്ര എന്ന് തന്നെ പറയല്ലേ ലാലേട്ട. എല്ലാവരും ഒരുമിച്ച്. അപ്പം അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം എന്തായാലും ഇവരുടെ സിനിമകൾ കണ്ട് വളർന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. എന്തായാലും സിദ്ദീഖ് സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പാടാൻ കിട്ടിയ ഭാഗ്യം, ആ ഒരു പാട്ട് ഞാൻ പാടുക. അപ്പോൾ ഭാസ്കർ ദി റാസ്കലിലെ ഒരു പാട്ടാണ്, ദീപക് ദേവ് ആണ് ഹരിനാരായണൻ ലിറിക്സ് എഴുതിയ ഒരു പാട്ട്. മനസ്സിലായിരം കസവ് നെയ്യുമി നെയ്യാമ്പൽ പൂവന്നോരത്ത് ചെറുകുറുമ്പുമായി ചിറകുരുമ്മിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത് ഒരു നിഴലു പോൽ നിന്നിനവുകളിൽ ചിരിമധുരമായി നോവുകളിൽ ഒരു തെമ്മാടിക്കൂട്ടിനുണ്ടേ ചില്ലുവാൽ കണ്ണിലേ മിന്നായും മിന്നുന്നെന്താണ് നെഞ്ചിനുൾ താളിലേ കാണാതെ വയ്ക്കും മുത്താണോ മനസ്സിലായിരം കസവ് നെയ്യുമി നെയ്യാമ്പൽ പൂവന്നോരത്ത് ചെറുകുറുമ്പുമായി ചിറകുരുമ്മിടും ചങ്ങാലിക്കൂട്ടം ചരത്ത്. കാബുളിവാല ഇതുപോലെ കാബുളിവാലയിൽ എന്നെ പാടാൻ വിളിച്ചു. അശോകൻ ചേട്ടനെ പാടാൻ വിളിച്ചു. എന്നെ അഭിനയിക്കണേ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാന്ന് പറഞ്ഞില്ല, ലാലാണ് എന്നെ വിളിക്കണം. ഞാനാ വിളിച്ചത്. കാരണം അവന് ഈ ഹൃദയവാഹിനിയൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, ഒരു ഹൈപ്പിച്ചു മണ്ണും. അപ്പൊ അത് പാടാനായിട്ട് അശോകന്റെ ഒരു ഡിഫറൻറ്റ് ശബ്ദമായിരിക്കും എന്ന് കരുതിയിട്ടാണ് അശോകനെ കൊണ്ടുപോയത്. എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചത്? പാവം മരിച്ചില്ല. കാരണം അറിയാമോ, SP സാറൊക്കെ ഇരിക്കാണ് അല്ല, മ്യൂസിക് ഡയറക്ടർ. ഞാൻ ചെല്ലുമ്പോ SP വെങ്കടേഷ് നിലത്തിങ്ങനെ ഇരിക്കുന്നു മുറിയില്, ഒരു ഗിറ്റാറിസ്റ്റ്, ഹാർമോണി, ഡോലി, ഇവൻ കട്ടിലേലിരിക്കുന്ന സിദ്ദിഖ് ഇരിക്കുന്നു. എന്നോട് ഇരിക്കാൻ പറഞ്ഞ് എൻ്റെ ഉള്ള ഇടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മുമ്പിൽ എന്നോട് പാടാൻ ഞാൻ എനിക്ക് പറ്റൂല, പറ എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ച് ഇദ്ദേഹം ആ മൂളി തന്നു. പിറന്നൊരു ഈ മണ്ണും തന്നെ അത് തുടങ്ങണ തന്നെ 5 കട്ടക്കാറ്റ് അവിടെ തുടങ്ങിയിട്ട് മണ്ണും അതൊക്കെ നിലാവും പകലും അവിടെ എന്നിട്ട് എന്തിനോ ആ വഴി പോയി ഞാൻ. തുടക്കമൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പുള്ളിക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പൊ എന്തിനോ ആ നോ വന്നോടി പുള്ളിയും പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരെ ശ്രമിച്ചു. ഒന്ന് ഡക്ലസ് എന്ന് പറഞ്ഞ പാട്ടുകാരന പച്ചാളത്തുള്ള അവനെ നോക്കി. പിന്നെ വേറൊരു പാട്ട്, പിന്നെ ആരാ പാടിയതല്ലേ, മലേഷ്യവാസ്. ഈ പാട്ടിന്റെ ഈ നോ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുമ്പം നമ്മൾ പറഞ്ഞ പല പാട്ടുകളും നോ പറയാതെ യെസ് പറഞ്ഞ് പാടിത്തന്ന അഫ്സലിക്കയുടെ സാന്നിധ്യത്തിന് ഈ ഒരു അവസരത്തില് ഓർമ്മയിലെത്തും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗത്തു നിന്നും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. അഫ്സലിക്ക, വളരെ നന്ദി. നമ്മള് പലതവണ ഈ എപ്പിസോഡിൽ ആവർത്തിക്കപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് സൗഹൃദം എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ തിരക്കഥകളിലും നമുക്കത് വ്യക്തമായിട്ട് എല്ലാ പടത്തിലും ഒരു വളരെ രൂഢമൂലമായിട്ടുള്ളൊരു സൗഹൃദത്തിന്റെ കഥകൾ പലപ്പോഴും പറയുന്നു. എന്നാൽ നമ്മൾ സഹോദരനെ പോലെ, സഹോദരനാണ്, സുഹൃത്താണെന്നൊക്കെ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനി വരുന്ന ഒരാൾ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദിഖ് എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട അതുല്യനായ കഥാകൃത്ത്, സംവിധായകൻ, അദ്ദേഹത്തിന്റെ സഹോദരനാണ്
വളരെ സ്നേഹത്തോടെ ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സാലിക. സാലിക, ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നേരത്തെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ പ്രസാട്ടൻ പറഞ്ഞു, പ്രസാട്ടൻ ആ വീട്ടിലെ ഇളയതാണ്, സിദ്ദിഖ വീട്ടിലെ മൂത്ത ആളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 14 വയസ്സ് 15 വയസ്സ് വ്യത്യാസം. 14 വയസ്സ് വ്യത്യാസമുണ്ട്. ആ, കാരണം ഞാൻ 8ാമത്തെയാണ്. ഞാൻ 8ാമത്തെ ആളാണ്. സിദ്ദിഖ 8 മക്കളാണ് അല്ലേ? ഞങ്ങൾ 8 മക്കളാണ്. ഏറ്റവും മൂത്തത് ഇത്തയാണ്, ചേച്ചി, ഒരു ചേച്ചി ഇത്തയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സിദ്ദിഖ. അങ്ങനെ 8ാമത്തെ ആളാണ് ഞാൻ. അപ്പൊ ഒരു പക്ഷേ സാലിക്കൊക്കെ സാലിക്ക് നല്ല ഓർമ്മകൾ വരുമ്പോ തന്നെ സിദ്ദിഖ ഒരുവിധം ഞാൻ സിദ്ദിഖയുടെ നാടകം കണ്ടിട്ടുണ്ട്. മറ്റേ ഈ പറഞ്ഞ രമണന്റെ മരണം എന്ന് അഭിനയിച്ച ഒരു സ്ക്രിപ്റ്റ് അത് കണ്ട എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിൽ വെച്ചിട്ട്. വളരെ ചെറുപ്പത്തിലാണ്. അതില് ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് അണ്ണൻ, കോൺസ്റ്റബിൾ ആയിട്ടാണ്. ആ ഒരു നാടകം കണ്ട ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അധികം കണ്ടിരിക്കുന്നത് ഇവരുടെ പ്രോഗ്രാമാണ് കലാഭവനിലെ മിംസ് പരേഡ്. ചേട്ടൻ എന്നുള്ള നിലയില് ചേട്ടൻ വലിയ ഇപ്പം സിനിമയില് ആളാകുന്നു, വലിയ രീതിയിലാകുന്നു, ഒരു സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നു നിങ്ങൾ? ഇല്ല, സ്ട്രിക്റ്റ് ഒരിക്കലും ഇല്ല. എല്ലാവരുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഇതാണ്. കാരണം ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഒരേമാതിരി അറിയാലോ, ഏട്ടനറിയാം. അതിൽ തമാശ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. വാപ്പയാണെങ്കിലും അതുപോലെ ഷെരീഫിക്ക, അപ്പാ കുട്ടി എന്നൊക്കെ പണ്ട് ഇവരുടെ അങ്കിളുമാരൊക്കെ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് തമാശ പറയുന്ന നല്ല ആസ്വാദകരായിരുന്നു. നിങ്ങൾക്ക് സിദ്ദിഖയുടെ സിനിമ തിയേറ്ററിൽ പോയി ആദ്യത്തെ സിനിമ കണ്ടതൊക്കെ ഓർക്കുന്നുണ്ടോ? റാംജി റാവു. കാരണം എന്റെ വാപ്പ ഒരുപാട് വർഷത്തിന് ശേഷമാണ് റാംജി റാവു തിയേറ്ററിൽ കാണുന്നത്. പണ്ടത്തെ കണ്ടിട്ട് പിന്നെ ഒരുപാട് 89-ലല്ലേ സിനിമ. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വാപ്പ കാണുന്നത് ഇതാണ്, റാംജി റാവു ആണ്. തിയേറ്ററിൽ പോയി കാണുന്നത് എല്ലാ സിനിമകളും ഇല്ല. പിന്നെ വാപ്പ അത് മാത്രമേ തിയേറ്ററിൽ പോയിട്ടുള്ളൂ. പിന്നെ വാപ്പ ഈ ഒരു സിനിമയാണ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ടിവിയിൽ വരുമ്പോഴാണ് എല്ലാം കാണുന്നത്. പുള്ളിക്ക് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഒരു ഷർട്ടിന്റെ പീസ് കൊണ്ടു കൊടുത്തു. അന്ന് ഒരു തീ പറഞ്ഞ സാധനം വൈറ്റ് കളറില് ഷർട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അവിടെ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ തേക്കടയുണ്ട്. അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഷർട്ടിന് അളവൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത്, ബാക്കിയുള്ള തുണിക്ക് 2 അണ്ടർവെയർ വെച്ചേക്കും എന്ന് പറഞ്ഞു. ഈ തിളങ്ങുന്ന തുണിക്ക് ചൈനീസ് സിൽക്കല്ലേ? ചൈനീസ് സിൽക്കാണ്. ദുബായ് 2 ദിവസം കഴിഞ്ഞപ്പോ അയാള് അണ്ടർവെയർ വെച്ചിട്ട് ഷർട്ടിന് തികയുള്ള അണ്ടർവെയർ ഇട്ട് നടക്കാൻ പറ്റില്ല, ചിരിച്ചാവും. ആദ്യം തയ്ച്ചത് ഇതാണ്. ആദ്യം അയാൾ അണ്ടർവെയർ അങ്ങനെ തയ്ച്ചു. കല സിദ്ദിഖ സൗഹൃദങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് വീട്ടില് ചർച്ചകൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയും സിനിമയുടെ കഥ കാണിക്കോ, അല്ലെങ്കിൽ ഈ പ്രിവ്യൂ കാണിക്കല്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ? ഇല്ല, സിനിമയുടെ കഥ ആദ്യം ഫസ്റ്റ് ഇതാകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ്. ഈദിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളോടാണ് ആദ്യം പറയുന്നത്. ഞങ്ങളെല്ലാവരും, കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അവരുടെ കുട്ടികൾ എല്ലാവരും. ഇല്ല, പ്രിവ്യൂ അങ്ങനെ വരാം. ഈ കഥ ഫസ്റ്റ് ഉണ്ടാവുമ്പോ തന്നെ ഡിസ്കഷൻ, ഞങ്ങളുടെ ഒരു എല്ലാവരുമായിട്ട് ഇരുന്ന് അതിനെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എല്ലാത്തിലും ഉള്ളതാണ്. മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങള് കാരണം 8 സഹോദരൻ, അവരുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ അവസാനം ഈദിന്റെ അന്നാണല്ലോ അണ്ണൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായത്. ആ സമയത്ത് കഥ പറയാൻ പുള്ളിക്ക് പറ്റില്ല, കാരണം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്നാണ് ആള് എത്തിയത്. നമ്മൾ കലാകാരൻ എന്നുള്ള നിലയിൽ വലിയ സക്സസ്സുകൾ ഉണ്ടാകുന്നു, അതിന്റെ വലിയ സന്തോഷം. സിനിമയാണ് അതേപോലെ തന്നെയാണ്. മറ്റൊരു പടം വേണമെങ്കിൽ വലിയ ഫ്ലോപ്പ് ആവാം, നമുക്ക് അതിനനുസരിച്ച് തന്നെ ദുഃഖിക്കാം. അങ്ങനത്തെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ ഒരു വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വേണം കൂടുതലായിട്ട് ബാധിക്കാവുന്നതാണ്. അങ്ങനെ ബാധിച്ച് വീട്ടിൽ വരുന്നോ കണ്ടിട്ടോ? വീട്ടിലേക്ക് വരില്ല, പുറത്തു തീരും. ലാൽ സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാം സക്സസ് ആയതുകൊണ്ട് ആ സമയം ഞങ്ങള് ഒരുമിച്ചുള്ളതൊക്കെ സക്സസ് ആയിരുന്നു. എനിക്ക് പരാജയം ഏറ്റുവാങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കുറെ ദിവസങ്ങൾ എടുക്കും നോർമൽ ആകാനായിട്ട്. അതായത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ, ഇത്രയും നാൾ അധ്വാനിച്ച മുഴുവനും കുറെ പൈസ കളയാനും കുറെ നഷ്ടങ്ങൾ കേൾക്കാനും ചീത്ത കേൾക്കാനുമാണല്ലോ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാക്കുന്നത്. അത് സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ വലുതായിട്ട് ഇത്രയും നാൾ മെനക്കെട്ടത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ
എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറി- അവനവനെ സംശയം തോന്നും, ആ അവനവന്റെ ഡിസിഷൻ അതെ, അതെ, തെറ്റിപ്പോയി എന്നുള്ളിടത്ത്. ഓർമ്മയിലെന്നും